എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 2 പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇന്ന് പഴുത്ത മാങ്ങ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നമ്മൾ ആ മാങ്ങ പൊളിച്ച് ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇനി തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ട് നമുക്ക് അപ്പം നമുക്ക് ഒരു മുറി തേങ്ങ ഒന്ന് തിരുമും. ആ തേങ്ങ തിരുമ്മിയിട്ട് നമുക്ക് കറിക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഒന്ന് തിരുമും. നമുക്ക് ഇച്ചിരി തേങ്ങ തിരുമ്മി ഒന്ന് എടുക്കും. അപ്പം ഞാൻ തേങ്ങ ഒക്കെ തിരുമ്മി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് അരയ്ക്കാൻ എടുക്കാം. ജീരകവും തേങ്ങയും അരയ്ക്കാൻ നമ്മൾ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇതിനിട്ടേക്കുന്ന ഇച്ചിരി ജീരകവും മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ശകലം മുളക് പൊടിയും കൂടി ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇന്നൊന്ന് അരച്ചിടും. അപ്പോൾ ഇന്ന് കറി തന്നെ എങ്ങനെ കൂട്ടും. അപ്പം നമ്മൾ ഇവിടെ ദേശി മുട്ട കിട്ടും, ഈ നാടൻ മുട്ട കിട്ടും. 9 രൂപ ഒരു മുട്ടയ്ക്ക്. അപ്പോൾ നമ്മൾ 5-6 മുട്ട മേടിച്ചു. അത് നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. കുക്കറിനകത്താകുമ്പോൾ ഒറ്റ സീറ്റി മതി. അതിലിട്ട് നമുക്കൊന്ന് ഒരു വട്ടം ഒന്ന് സീറ്റി അടിച്ചെടുക്കാം. അപ്പം നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി വെള്ളം കൂടി എടുത്തുനിന്ന് അടുപ്പിൽ അപ്പം കുക്കർ ഒന്ന് അടുപ്പിലോട്ട് വെച്ച് നമുക്കിതൊന്ന് തീ കത്തിക്കും. ആ സമയം കൊണ്ട് നമുക്കൊന്ന് മിക്സിയിൽ തേങ്ങ ഒന്ന് അരച്ചെടുക്കും. നമ്മുടെ തേങ്ങ എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനൊന്ന് മാങ്ങ വഴറ്റി ഈ തൈര് ഒഴിച്ച് നമുക്കിതൊന്ന് ഞെരടി എടുക്കണം. കൈയിട്ട് തന്നെ കണ്ടോ കുറുകുറ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനൊന്ന് ഇപ്പം നമ്മുടെ ഇതെല്ലാം കറിയുടെ എല്ലാം റെഡിയായിട്ടുണ്ട്. ഇച്ചിരി വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കും. ശകലം വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് കടുവ് വറുക്കും. പഴുത്ത മാങ്ങാക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കടുവ് വറുത്ത് ഇതിനകത്തോട്ടൊന്ന് വെച്ച് ഒരു ശകല നേരം ഒന്ന് തീ കത്തിച്ച് അതൊന്ന് തിളക്കട്ടെ. നമ്മുടെ മുട്ട മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിക്കുള്ളതെല്ലാം നമ്മൾ കലക്കി ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കങ്ങ് എടുക്കാം. അപ്പം നമ്മുടെ മുട്ടയെല്ലാം റെഡിയായി നമ്മളെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഇനി അതൊന്ന് പൊളിച്ചെടുക്കും. അപ്പം നമ്മുടെ പഴുത്ത മാങ്ങാക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് കടുവ് വറക്കാം. അപ്പം നമ്മുടെ പഴുത്ത മാങ്ങാക്കറിക്ക് നമ്മൾ ഇച്ചിരി കടുവായി. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ പഴുത്ത മാങ്ങാക്കറി ഒന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ ഇനി അടുത്തത് മുട്ടയൊന്നും എടുക്ക് വരട്ടി വെക്കാം. അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ ബൈ.